ബാലരാമപുരത്ത് പനി ബാധിച്ച് 12 ദിവസത്തോളമായി ചികിത്സയിലായിരുന്ന ബാലരാമപുരം തലയിൽ VS ഭവനിൽ SA അനിൽകുമാർ മരിച്ചത് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണോ എന്ന സംശയത്തിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന. അന്തിമ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. അതേസമയം കാലിൽ മുറിവുണ്ടായാണ് അനിൽകുമാർ ചികിത്സ ആരംഭിക്കുന്നത്. അത് കുറയാതെ വന്നതോടെ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ളതായി കണ്ടെത്തി. ബാലരാമപുരത്തിന് സമീപം സ്വകാര്യ ആശുപത്രിയിലും നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ 7 ദിവസവും തീവ്ര പരിചരണ വിഭാഗത്തിലും വെന്റിലേറ്ററിലും ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടാണ് അനിൽകുമാർ മരിക്കുന്നത്. ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള കാരണം കണ്ടെത്താനായി ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിന്റെ വീട്ടിലെയും പരിസര ജലാശയങ്ങളിലെയും ജലം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മരിച്ച അനിൽകുമാറിന്റെ വീടിന് സമീപത്തെ കുളത്തിന് സമീപത്ത് ബോർഡ് ആരോഗ്യവകുപ്പ് സ്ഥാപിച്ചു. കുളത്തിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കുന്നയാളല്ല അനിൽകുമാർ എന്ന് ബന്ധുക്കൾ അറിയിച്ചു. മകനെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിനായി 2 മാസം മുമ്പ് അദ്ദേഹം ചെന്നൈയിൽ പോയിരുന്നു. വീട്ടിൽ മറ്റാർക്കും രോഗലക്ഷണങ്ങളോ പനിയോ ഇല്ല.